ഒപ്പം മാധ്യമപ്രവർത്തകൻ എ സജീവൻ കൂടി ചേരുകയാണ്. ശ്രീ എ സജീവൻ, UDF അൻവറിന്റെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതായിരുന്നു ഇന്ന് എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത്. നിർണായകമായ യോഗത്തിൽ അവർ തീരുമാനിച്ചിരിക്കുന്നു ഒരു സമ്മർദ്ദത്തിനും വഴങ്ങേണ്ടതില്ല എന്ന്. മുന്നണിയുടെ വാതിൽ പൂർണ്ണമായും അടയ്ക്കുകയാണോ അൻവറിന് മുന്നിൽ UDF? അതിനെ മുന്നണിയുടെ വാതിൽ അൻവറിന് മുമ്പിൽ അടക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അൻവറിന്റെ പിടിവാശി, അൻവറിന്റെ ധാർഷ്ട്യം, അതിനൊരിക്കലും കോൺഗ്രസോ അല്ലെങ്കിൽ UDF വഴങ്ങില്ല എന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയായിരുന്നു. അത് ഒന്നാമത്തെ തവണയല്ല ഇങ്ങനൊരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് UDFന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അതായത് അൻവർ ആദ്യമേ തന്നെ കൃത്യമായിട്ട് എതിർത്തിരുന്ന ഒരു സ്ഥാനാർത്ഥി UDFൽ ഒരിക്കൽ ആര്യാടൻ ഷൗക്കത്ത് അല്ലാതെ മറ്റാര് മത്സരിച്ചാലും പിന്തുണയ്ക്കുന്ന ഒരു മനോഭാവത്തിലായിരുന്നു അൻവർ എന്നുള്ള കാര്യം നമുക്ക് ആദ്യമേ അറിയാം. അദ്ദേഹം രാജിവെച്ചതിന് തൊട്ട് പിന്നാലെ പറഞ്ഞ കാര്യം പോലും ഇതാണ്. അതായത് ആര് മത്സരിച്ചാലും അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അവിടെ ജോയ് മത്സരിക്കുന്ന അദ്ദേഹം ആദ്യം തന്നെ, അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാകണം എന്ന് തീരുമാനിക്കുന്നത് UDFന്റെ ഭാഗമേ അല്ലാത്ത അൻവറാണ്. അൻവർ പറയുന്നത് ജോയ് മത്സരിക്കണം എന്നാണ് പറയുന്നത്. അതേ സമയത്ത് തന്നെ ഷൗക്കത്തിനെ കുറിച്ചുള്ള ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അതിനേക്കാൾ തമാശയുള്ള കാര്യമാണ്. സിനിമാ നടനാണല്ലോ, അദ്ദേഹത്തിന് അപ്പണിയൊക്കെ ഉണ്ടല്ലോ എന്ന രീതിയിലാണ്. അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കാൻ പാടില്ല എന്ന കഠിനമായിട്ടുള്ള നിലപാടെടുത്തിരുന്ന അൻവർ, ആ അൻവറിന് ഒരിക്കൽ പോലും ആ രീതിയിൽ വഴങ്ങില്ല എന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. അതായത് ആര്യാടൻ ഷൗക്കത്തിനോ ജോയിയോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് വേണമെങ്കിൽ ഏത് തീരുമാനം എടുക്കും. കാരണം ജോയ് മത്സരിക്കുകയാണെങ്കിൽ കുറെ കൂടി സാധ്യതയുണ്ട് എന്ന ഒരു കണക്കുകൂട്ടലിലേക്ക് പോകാനുള്ള സാധ്യതകളും മറ്റു കാരണങ്ങളും ഉണ്ടായിരുന്നു. നമുക്കറിയാം ആര്യാടൻ ഷൗക്കത്ത് നേരത്തെ 2016 മത്സരിച്ചപ്പോഴും അദ്ദേഹത്തിന് കാര്യമായിട്ട് നേട്ടമുണ്ടാക്കാൻ പറ്റിയില്ല. മാത്രമല്ല നേരത്തെ കിട്ടിയിരുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് കുറയുകയാണ് ചെയ്തത്. അൻവറിന് അവിടെ വൻ ഭൂരിപക്ഷം 11,000 ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പറ്റിയത് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ആയതുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് അൻവറിനെ നേരിട്ടുള്ള പ്രകാശായിരുന്നു. VV പ്രകാശ് മത്സരിച്ചപ്പോൾ അൻവറിന് അന്നത്തെ ഭൂരിപക്ഷം 11,000 നിന്നും നേരെ കുത്തനെ താഴ്ന്നിട്ട് 2,200 ചില്ലാനും വോട്ടിന്റെ ഘട്ടത്തിലേക്ക് എത്തുന്നൊരവസ്ഥ വന്നു. അപ്പോ ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ ഒരു പക്ഷേ വേണമെങ്കിൽ ഒരു ക്രിസ്ത്യൻ വോട്ട് കൂടി കിട്ടാൻ വേണ്ട രൂപത്തിൽ ജോയിയെ കോൺഗ്രസ് പരിഗണിക്കുമായിരുന്നു. പക്ഷെ അൻവർ ഈ ഒരു പിടിവാശി കാണിച്ചതോട് കൂടിയിട്ട് അങ്ങനെ വഴങ്ങേണ്ട കാര്യമില്ല എന്ന് കോൺഗ്രസ് നിലപാടെടുത്തു. അത് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാടാണ്. കാരണം ഒരിക്കത്തിൽ ആര്യാടൻ ഉണ്ടായിരുന്ന കാലത്ത് കോൺഗ്രസ് ആര്യാടനെ ഉൾപ്പെടുന്ന കോൺഗ്രസിനെതിരെ കലഹം നയിച്ചിട്ട് പുറത്തു വന്നിട്ട് LDFനെ പിന്തുണച്ച ആളാണ് അൻവർ. അൻവർ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് സ്വന്തം താല്പര്യത്തിന് വേണ്ടി മാറും എന്നുള്ള കാര്യം അന്നേ കോൺഗ്രസ്സുകാർക്ക് അറിയാമായിരുന്നു. ഇപ്പോ ഈ എന്ത് വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് അൻവറിനെ ഒപ്പം നിർത്തുക എന്നതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി അൻവർ ബാർഗെയിൻ ചെയ്യുന്ന വലിയ കൂടുതൽ കാര്യങ്ങളായിരിക്കും. തീർച്ചയായും ഇവിടെ അൻവറിന്റെ തീരുമാനം എന്താണ് എന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ടത്. ഇനിയും ആത്മഹത്യാപരമായ തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നറിയില്ല. ശ്രീ എ സജീവൻ, ഇവിടെ ഇപ്പോ ആദ്യം പിണറായിക്ക് LDFനെതിരെ പോലുമല്ല പിണറായിക്കെതിരായ നടപടി അല്ലെങ്കിൽ യുദ്ധം എന്ന നിലയിൽ തുടങ്ങിവെച്ച കാര്യങ്ങൾ ദാ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അൻവറും UDFും കോൺഗ്രസും എന്ന നിലയിലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനിപ്പോൾ ആരായിരിക്കും അൻവറിന്റെ പ്രധാന എതിരാളി? പിണറായിക്കെതിരെ യുദ്ധം നയിക്കണോ UDFനെതിരെ യുദ്ധം നയിക്കണോ എന്നൊരു കൺഫ്യൂഷനായി പോകുമോ അൻവറിന്? അല്ല, പിണറായി അദ്ദേഹം ശത്രുവാക്കി കാണുന്നത് നമുക്ക് ആ ഘട്ടം നമ്മൾ നോക്കണം. ഈ സുജിത് ദാസിനെതിരെയും അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചപ്പോൾ ആ ആരോപണങ്ങൾ പാർട്ടിയുടെ മുഖ്യമന്ത്രി ഓഫീസിലുള്ള ആളുകൾ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്കെതിരെ തിരിയുന്നു. അപ്പോഴൊക്കെ പിണറായി പിതൃതുല്യനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പിണറായി ഇക്കാര്യം കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, അദ്ദേഹം പരിഹരിക്കുമെന്ന് പറഞ്ഞു. ഒരു തരത്തിലും പിണറായിക്കെതിരെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പിന്നെ പിണറായി പരിഗണിക്കാതിരുന്നപ്പോൾ പാർട്ടി സെക്രട്ടറിയെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസം ആണെന്ന് പറഞ്ഞു. ഇതൊക്കെ ഓരോ ഘട്ടത്തിൽ ഓരോന്ന് പറയണം. അതേസമയത്ത് പൂരം കലക്കിയ സംഭവത്തിൽ അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് VD സതീശനെതിരെയാണ്. അപ്പൊ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നയാളെന്നില്ല. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ തമാശ, ഈ നെക്സസ് എന്ന് പറയുന്ന, അതായത് കോൺഗ്രസിലെയും ലീഗിലെയും BJPയിലെയും CPMലെയും ഒക്കെ ഉന്നതന്മാർ തമ്മിൽ ഒരു വലിയ ഒരു ധാരണയുണ്ട്, തെറ്റായ ധാരണയുണ്ട്, അവർ തമ്മിൽ നെക്സസ് ഉണ്ട്, ഒരു രഹസ്യ ഇടപാടുണ്ട് എന്ന് അൻവർ പറഞ്ഞു വെച്ചപ്പോൾ അൻവറിന് ആരെയും വിശ്വാസമില്ല.
അൻവറിന്റെ കാര്യങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ആളുകളോട് മാത്രമേ അൻവർ കൂട്ടുകൂടുകയുള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് പിണറായിക്കെതിരെ പിണറായി എന്ന് പറഞ്ഞു UDF എനിക്കൊപ്പം ഉണ്ടാകും, UDF തന്നെ മുന്നണിയിലേക്ക് എടുക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നടക്കില്ല എന്ന് വന്നപ്പോഴാണ് ഇനിയിപ്പോ ഞാൻ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു പറയുന്നത്. അത് ഇപ്പൊ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഇതൊരു ആത്മഹത്യാപരമായിട്ട് തീരുമാനമാകും. അൻവറിന് അവിടെയും ഇവിടെയും എവിടെയില്ലെങ്കിൽ അൻവർ തീർച്ചയായിട്ടും ആത്മഹത്യാപരമായിട്ടുള്ള തീരുമാനമാകാനാണ് സാധ്യത. ഒരുപക്ഷെ അൻവറിന്റെ നിലപാടനുസരിച്ച് കൺസിസ്റ്റൻസി ഇല്ലാതെ പെരുമാറുന്ന ആളായതുകൊണ്ട് അദ്ദേഹം BJPക്ക് അനുകൂലമായിട്ട് നിന്ന് വരും. BJPയുടെ പിന്തുണയോടുകൂടി മത്സരിക്കുക എന്നൊന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ BJPക്ക് പിന്തുണ കൊടുത്തിട്ട് വേറെ രീതിയിൽ പരിഗണന കിട്ടിയാൽ മതിയല്ലോ. അദ്ദേഹത്തിന് ഇവിടെ ജയിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ മറ്റ് പരിഗണന കിട്ടിയാലും അദ്ദേഹം അതിന് തയ്യാറാവാൻ സാധ്യതയുണ്ട്. അൻവറിന് എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പാണ് ആവശ്യമുള്ളത്. അത് UDFൽ ഇപ്പൊ കിട്ടില്ല. UDFകാർ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ വന്നോളൂ, അപ്പൊ ഞങ്ങൾ ബാക്കി പരിഗണിക്കാം എന്ന് പറഞ്ഞോടുകൂടിയിട്ട് അൻവറിന്റെ വിലപേശൽ പരിപാടി അവിടെ അവസാനിച്ചു. ഇനി BJPയുടെ അടുത്ത് മാത്രമാണ് അതിന്റെ ചില സൂചനകൾ കഴിഞ്ഞ ദിവസം അൻവർ നൽകിയപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ട്രോളുകളായിരുന്നു. എന്തായാലും പിണറായിക്കാൾ ഭേദമാണ് മോദി എന്ന പരാമർശം അത്തരമൊരു വഴിയിലേക്ക് അൻവർ നീങ്ങുന്നു എന്നതിന്റെ സൂചനയായി പലരും കണ്ടതാണ്. ഇപ്പോൾ ശ്രീ A സജീവനും പറഞ്ഞു വെക്കുന്നത് അവിടെയാണ്. അൻവറിന് മുന്നിലുള്ള വഴി ഇനി അതാണോ? BDJSന് സീറ്റ് ഏൽപ്പിച്ച് BJP കളം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വളരെ നന്ദി ശ്രീ A സജീവൻ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ CV അനുമോദ് വീണ്ടും തുടരുന്നുണ്ട്. അനുമോദ്, ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് അൻവറിന്റെ മറുപടി ഇക്കാര്യത്തിൽ എന്താണ്, അൻവറിന്റെ തീരുമാനം എന്താണ് എന്നതാണ്. നേരത്തെ സജീവൻ സൂചിപ്പിച്ചു അൻവറിന് ആരെയും വിശ്വാസമില്ല എന്ന്. ഇപ്പോൾ അൻവറിനെയും ആർക്കും വിശ്വാസമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. അൻവർ എവിടെയുണ്ട് എന്ന് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അൻവർ ഉടനെ മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? ഉടനൊരു മറുപടി ഇക്കാര്യത്തിൽ അൻവറിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, PV അൻവർ ഇപ്പോൾ എവിടെയാണെന്ന് വ്യക്തമല്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അദ്ദേഹം പ്രതികരിക്കാൻ വീട്ടിൽ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച മാധ്യമപ്രവർത്തകർ തയ്യാറായിട്ടില്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. എപ്പോൾ തിരിച്ചെത്തുമെന്ന് നമുക്ക് കാത്തിരിക്കുക തന്നെ വേണം. ഒരുപക്ഷെ പ്രതികരിക്കാം. ഇവിടെ പക്ഷേ മറ്റൊരു കാര്യം കൂടി പ്രസക്തമായിട്ടുള്ളത്, മത്സരിക്കുമെന്ന് അൻവർ പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് UDF പറയുന്നത്. അതായത് മാധ്യമങ്ങളോട് പറഞ്ഞത് അൻവറല്ല, മാധ്യമങ്ങളോട് അൻവർ തങ്ങളോട് പറയട്ടെ മത്സരിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് അൻവർ ഞങ്ങളെ അറിയിക്കട്ടെ, അപ്പോൾ ഞങ്ങൾ മറുപടി പറയാമെന്നാണ്. അതായത് PV അൻവർ UDFന് മുമ്പിൽ ഈ മത്സരിക്കുന്ന കാര്യം നേരിട്ട് പറഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ ഇടപെടും, അതുവരെ ഇക്കാര്യത്തിൽ ഇനി മറ്റ് ചർച്ചകളില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അൻവർ ഇവിടെ ചർച്ചകൾക്ക് UDFുമായി തയ്യാറാകേണ്ടി വരും എന്ന സൂചന തന്നെയാണുള്ളത്. അൻവർ ഇനി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ എന്ന കാര്യത്തിലും അവ്യക്തതയുണ്ട്. കാരണം ഈ ഒരു വിഷയം കലങ്ങി തെളിയുന്നത് വരെ കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് അൻവറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ അൻവർ എവിടെയാണെന്ന് അറിയുകയില്ല. പക്ഷേ അൻവർ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചവരോട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല, എന്നും പറയാനില്ല എന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. അൻവറിൻ്റെ നിലപാട് UDFിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. അൻവർ ആദ്യം സഹകരിക്കട്ടെ, അതിനുശേഷം UDFിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം എന്നതാണ്. നേരത്തെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേ തന്നെ